ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ കാലം മുതൽ ഇടയ്ക്കിടെ വിവാദമാകാറുള്ള ഒന്നാണ് സംഘടനയുടെ അടിസ്ഥാന ആശയമായ മതരാഷ്ട്രവാദവും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അവരുടെ തീവ്ര ആശയ പദ്ധതികളും. മാറിയ ജമാഅത്തെ ഇസ്ലാമിക്കും മതരാഷ്ട്രവാദം ഇല്ലെന്ന സാക്ഷ്യപത്രം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവർക്ക് നൽകിയത് ഏതാനും മാസം മുമ്പാണ്. എന്നാൽ മതരാഷ്ട്ര പദ്ധതി എന്ന സംഘടനയുടെ അടിസ്ഥാന മൂല്യസ്ഥാനത്തിന് ഒരിളക്കവുമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതേക്കുറിച്ച് ആഴത്തിൽ പഠിക്കണമെന്ന് ഉപദേശിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഇടയ്ക്കിടെ ഇങ്ങനെ മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ജനാധിപത്യ ബോധത്തിൽ മതേതര സ്വഭാവത്തോടെ പ്രവർത്തിക്കാനാവുക? പിന്തുണച്ചു വെട്ടിലാവുകയാണോ വി.ഡി. സതീശനും ലീഗ് നേതൃത്വവും? പരിശോധിക്കാം. ആദ്യം RD Extra. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ സംഘടനയുടെ മതരാഷ്ട്രവാദത്തെ ശക്തമായി ന്യായീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രംഗത്തെത്തി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാനാകില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വ്യതിചലിക്കാനാവില്ലെന്നും ആവർത്തിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ഷൂറ കൗൺസിൽ അംഗം കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നിലപാട് പ്രഖ്യാപിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്കും ഇസ്ലാമിനെ തള്ളിപ്പറയാൻ കഴിയില്ലെന്നും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വ്യക്തമാക്കി. CPIM നേതൃത്വം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്ന വിമർശനം ശരിവെക്കും വിധമുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കേരള യാത്രയുടെ സമാപന ദിവസം കാന്തപുരം MP അബൂബക്കർ മുസ്തിയാരും ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ വിമർശിച്ചിരുന്നു. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നും മൗദൂദിയൻ ആശയങ്ങൾ പിന്തുടരുന്നില്ലെന്നുമുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെയും UDF നേതാക്കളുടെയും വാദത്തിനും ഇതോടെ തിരിച്ചടി നേരിടുകയാണ്. RD Extra ന്യൂസ് മലയാളം. മതരാഷ്ട്രവാദത്തെ ന്യായീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ വാദങ്ങൾ നമുക്ക് ആദ്യം കാണാം. അതിലേക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ? പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ. അതിന്റെ ആസ്ഥാനം മദീനയായിരുന്നു. ഒരു തുള്ളി ചോര പോലും ചീന്താതെയാണ് അത് സ്ഥാപിതമായത്. അതിന്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗതമോദി സ്വീകരിക്കുകയായിരുന്നു. തങ്ങളുടെ ഭരണാധികാരിയാക്കുകയായിരുന്നു. തങ്ങളുടെ നാടിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയായിരുന്നു മദീനത്തുൻ നബി. അത് ഒരു ആദർശാനുഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമായിരുന്നു. അവിടുത്തെ മുസ്ലിം ജനസംഖ്യ 15% മാത്രമായിരുന്നു. ചരിത്രത്തിലെ എക്കാലത്തെയും സമാനതകളില്ലാത്ത ആ റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് മുസ്ലിം ജനസംഖ്യ 4% താഴെയായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠനവിധേയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും അതിനെ തള്ളിപ്പറയാനാവില്ല. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസ്താവനയിൽ അത്ഭുതമില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കാക്കയുടെ നിറം കറുപ്പാണെന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം മതരാഷ്ട്രവാദമാണ്. പ്രസ്താവനയിൽ ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് വി.ഡി. സതീശനാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇസ്ലാമിക ലോകം വേണമെന്നാണ്. ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല, ഇസ്ലാമിക ലോകം വേണം എന്ന് പറയുന്നവരാണ്. കാക്കയുടെ നിറം കറുപ്പാണ്. കറുപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണോ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാക്കയുടെ നിറയിലായിരിക്കും അറിയില്ല കറുപ്പാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഞങ്ങളതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ടല്ലോ. വി.ഡി. സതീശ എന്ന് ചോദിച്ചിട്ട് എന്താ കോൺഗ്രസും വി.ഡി. സതീശനും മറുപടി പറയുന്നത് നോക്കാം. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറിയെന്നാണ് 2025 ജൂൺ 10 പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴില്ലെന്നും വി.ഡി. സതീശൻ അന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? 1941 ഓഗസ്റ്റ് 11 ലാഹോറിൽ അബ്ദുൽ അലാം മൗദൂദി ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചു. ദൈവിക ഭരണം, അതായത് ഹുക്കുമത്തെ ഇലാഹിയെ സ്ഥാപിക്കലാണ് ലക്ഷ്യം എന്ന് മൗദൂദി അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി നിർദ്ദേശിക്കുന്ന ജോലിയോ വ്യവസ്ഥയോ അല്ലാതെ പ്രവർത്തിക്കരുത്. സർക്കാർ ജോലിയുള്ള ആളുകൾ മൗദൂദിയുടെ ഉപദേശപ്രകാരം ജോലി രാജിവെച്ചു. ഇന്ത്യയിൽ ഹിന്ദു രാജ്യം വന്നാലും മതനിരപേക്ഷതയും ജനാധിപത്യവും എതിർക്കണം. ദൈവരാജ്യം കൊണ്ടുവരാൻ ജിഹാദ് തന്നെ ആവശ്യമാണ് എന്ന് മൗദൂദി ആവശ്യപ്പെട്ടു. ദേശീയത, സെക്യുലറിസം, ജനാധിപത്യം എന്നിവ അബദ്ധജടിലങ്ങളാണ്. ആധുനിക മതേതര ജനാധിപത്യം ഇസ്ലാമിനും ഈമാനും ഘടകവിരുദ്ധമാണ്. ജനാധിപത്യവും മതേതരത്വവും മതത്തെ നിഷേധിക്കുന്ന വ്യവസ്ഥകളാണ്. മിശ്ര വിദ്യാഭ്യാസം, പാശ്ചാത്യവേഷം,
സംഗീതം എന്നിവയും ആ കാലത്ത് അംഗീകരിച്ചിരുന്നില്ല. മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ വ്യക്തത നൽകാതെ ഇരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി പതിവായി സാധാരണ ചെയ്യാറ്. ദൈവിക ഭരണം, അതായത് ഹുക്കുമത്തെ ഇലാഹി സ്ഥാപിക്കലാണ് ലക്ഷ്യമെന്ന വാദത്തിൽ നിന്ന് വ്യക്തത കുറവ്, ഹുക്കുമത്തെ ഇലാഹി എന്ന വാക്കിൽ നിന്ന് ഇഖാമത്തുദ്ദീൻ എന്ന വ്യാഖ്യാനത്തിലേക്കുള്ള ചുവടുമാറ്റം, ഇഖാമത്തുദ്ദീൻ എന്ന പദത്തിൻ്റെ അർത്ഥം ദീനിൻ്റെ പുനഃസ്ഥാപനം എന്നതാണ് സാഹചര്യം. ഫലത്തിൽ രണ്ടും ഒന്നു തന്നെയാണെന്ന വിമർശനവുമായി സമസ്ത, AK വിഭാഗങ്ങൾ എല്ലാ കാലത്തും രംഗത്തെത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും വിൽക്കുന്ന പുസ്തകങ്ങളിൽ മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുന്നു എന്നും ദേശീയ താൽപ്പര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും സത്യവാങ്മൂലം നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2014 ജനുവരി 18 മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് നൽകി ജമാഅത്തെ ഇസ്ലാമി ഇടതുമുന്നണിയെ സഹായിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണെന്നാണ് ഇപ്പോൾ CPIM ശക്തമായി ആരോപിക്കുന്നത്. ആ ചരിത്രം വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് ആ ഡേറ്റ ഷീറ്റിലൂടെ ഒന്ന് പോയെന്നേ ഉള്ളൂ. സനീഷ്, ഇതിപ്പോൾ ഞാൻ ഗൗതമാഷ് പറഞ്ഞതിനോടാണ് യോജിപ്പ്. കാരണം ഇത് മതരാഷ്ട്രവാദം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന തത്വമാണ്. ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള പ്രയോഗം ഇപ്പോൾ അധികം നടത്തുന്നില്ലെങ്കിലും ഇഖാമത്തുദ്ദീൻ അത് തന്നെയാണ്. മതസംസ്ഥാപനം എന്നത് ആ പ്രയോഗത്തിലെ ഒരു തന്ത്രം കൊണ്ട് അതിനെ മറച്ചു വയ്ക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിലെ ചർച്ചകൾ സനീഷ് പലപ്പോഴും അമീറുമായിട്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ പോയിന്റിൽ വ്യക്തതയില്ല എന്നുള്ളതും വ്യക്തതയില്ലാതെ വളരെ വ്യക്തതയോടെ അത് പറഞ്ഞു പോകാൻ കഴിയുന്നു എന്നുള്ളതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രീതിയുമാണ്. എന്താണ് സനീഷ് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ? ഇതിനകത്ത് ഹർഷ, അതായത് ഈ ഉപ്പിന് ഉപ്പ് രസമുണ്ട് എന്ന് പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ട്, അക്കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം അതില്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മറ്റ് മുസ്ലിം സമുദായ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത്? അത് ഇവരുടെ ഈ രാഷ്ട്രീയം കൊണ്ടാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ ആന്തരിക രാഷ്ട്രീയം എന്താണെന്നുള്ളതാണ് എൻ്റെ കൗതുകം പോയത്. കാരണം ഇപ്പോൾ ഇവർ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയിലൂടെ ഈ മുന്നണിക്കകത്തേക്ക് പ്രവേശനം നേടാൻ നോക്കുന്നു. ഈ രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോഴത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റൊരു കാലത്തും ഇല്ലാതിരുന്നൊരു രാഷ്ട്രീയ പ്രാധാന്യം ജമാഅത്തെ ഇസ്ലാമിക്കും കിട്ടുന്നു. അവരെ ഒരു കാലത്തും ഇല്ലാത്ത വിധം പരസ്യമായിട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിക്കുന്ന ആളിൽ നിന്ന് വലിയ പിന്തുണ കിട്ടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്കകത്ത് നിന്ന് തന്നെ ഒരു ചർച്ച പുതുതായിട്ട് ഉയർത്തിവിടുന്ന വിധത്തിലൊരു വിഷയം എങ്ങനെ വന്നു എന്നത് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ കൗതുകം മനസ്സിലാകുന്നത്. മറ്റൊന്ന് അതിൻ്റെ കൗതുകം ആലോചിക്കേണ്ടത്. മറ്റൊന്ന് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പോസ്റ്റ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അത്രമാത്രം വലുതുണ്ടോ എന്നെനിക്ക് സംശയം തോന്നുകയാണ്. അതായത് അദ്ദേഹം വളരെ ഒന്നുകിൽ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ മറ്റെന്തോ കാര്യം ഉദ്ദേശിച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ്. അതായത് ഇതിനകത്ത് എവിടെയും നമ്മൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്നതിൽ അപകടകരമായ കാര്യം ഇതിനകത്തില്ല. നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന എന്തിനാണ്? നമ്മൾ RSSുമായിട്ട് മറ്റൊക്കെ ചേർത്ത് വെച്ചിട്ട് മതരാഷ്ട്ര രാഷ്ട്രീയം സ്ഥാപിക്കുന്നു. അതായത് ഈ നാട്ടിൽ ഞങ്ങളുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠം, ഞങ്ങളുടെ മതം അനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ ഭരണ സമ്പ്രദായം ഇവിടെ കൊണ്ടുവരണം, അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്നത് ചെയ്യുമ്പോഴാണല്ലോ ഈ മതരാഷ്ട്രവാദം അപകടകരമായി മാറുന്നത്. RSS അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രമാണം ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതൊക്കെ ചേർത്ത് വെച്ചുണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഇതര മതവിശ്വാസികളെ ബഹുദൂരം രണ്ടാം പൗരന്മാരാക്കിയും മറ്റൊക്കെ ചിത്രീകരിക്കുമ്പോഴാണ് നമുക്കിതിനോട് അപകടം തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനകത്ത് എന്താ ഉള്ളത്? അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനകത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നൊന്നുമില്ല. മതരാഷ്ട്രവാദം നമ്മൾ ആവർത്തിച്ച് അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവർ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്, അവർക്കിപ്പോഴും മതരാഷ്ട്രവാദം ഉണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്? അതല്ലേ അപകടകരം ഇതിനകത്ത് അദ്ദേഹം അത് പറയുന്നില്ല. ഞാൻ ഇവിടെ മതരാഷ്ട്രവാദം ഈ കാലത്ത് പ്രസക്തമാണെന്നോ മതരാഷ്ട്രം സ്ഥാപിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. അപകടകരമായിട്ടൊന്നുമില്ല. അതിനകത്ത് ഉള്ളത് എന്താണ്? അവരുടെ ഒരു പൊയ്പോയ ഭൂതകാലത്തിൻ്റെ മഹത്വം എല്ലാ ഇത്തരം സംഘടനകളും RSSനെ പോലുള്ള സംഘടനകളൊക്കെ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്കൊരു വലിയ ഭൂതകാലം ഉണ്ടായിരുന്നു, ഗംഭീരമായൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്താണ്? 4% മാത്രം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ 4%, 96% മറ്റിതര വിശ്വാസികൾ ഉണ്ടായിരുന്ന രാജ്യത്തെ, ആ ബഹുസ്വരമായിട്ടുള്ള രാജ്യത്തെ നന്നായിട്ട് ഭരിച്ച ഒരു ഭൂതകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്ക്. മദീനയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രവാചകൻ ഉണ്ടാക്കിയിരുന്ന രാജ്യം എന്ന് പറയുന്നത് 15% മാത്രം മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കെ പോലും അവിടെ ബഹുസ്വരമായിട്ടുള്ള സമൂഹത്തെ നയിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു പൊയ്പോയ
ഗംഭീരമായിട്ടുള്ള ഭൂതകാലം, എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് ബഷീർ എഴുതിയ പോലെ ഒരു ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു കുളിര് കോരുന്ന സംഗതി ഇങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ. നമുക്കറിയില്ല ആ കാലത്ത് അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നോ, ഒട്ടും ചോറ് ചിന്താതെയാണ് ഈ രാഷ്ട്രം സ്ഥാപിച്ചതെന്നൊക്കെ പലതരത്തിലുള്ള ചർച്ചകളാകാം. അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ആകപ്പാടെ പ്രവാചകൻ അങ്ങനെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ആകപ്പാടെ മോശമായിരുന്നു എന്ന് നിങ്ങളാരും വിചാരിക്കല്ലേ എന്ന് പറയുന്നതായിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് എനിക്ക് തോന്നിയത്. മറിച്ചല്ലാതെ ഇതാണ് ഞങ്ങളുടെ കാര്യം, അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും പ്രവർത്തിക്കുന്ന തരത്തിലെല്ലാം മതരാഷ്ട്രം കൊണ്ടുവരും, ഇന്ത്യയിൽ അത് കൊണ്ടുവരുന്നല്ല. ഇവിടെയും പക്ഷേ പ്രശ്നമുണ്ട്. കാരണം മുസ്ലിം സമുദായ സംഘടനകൾക്കകത്ത് തന്നെ ഈ വളരെ വയസ്സായിട്ടുള്ള പണ്ഡിതന്മാർക്ക് തന്നെയും പ്രവാചകൻ അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന അഭിപ്രായമുണ്ട്. അവിടെയാണ് ഇവരുടെ പ്രശ്നം. അതായത് മതരാഷ്ട്രം ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഹുക്കുമത്തെ ഇലാഹി എന്ന് വെച്ചാൽ എന്താണ്, ഈ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന സംഗതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ ഇസ്ലാം വിശ്വാസികൾ തന്നെയും അംഗീകരിക്കുന്നില്ല. അങ്ങനെ രാഷ്ട്രം ഉണ്ടാക്കാനൊന്നും ഒരു രാഷ്ട്രീയ ക്രമത്തിലേക്ക് ഇത് മാറണമെന്നൊന്നും പ്രവാചകൻ വിചാരിച്ചിട്ടില്ല എന്ന വാദവും വളരെ പ്രബലമായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ മീൻസ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിശ്വസിക്കുന്ന മതേതരരായിട്ടുള്ള ആളുകളുടെ ഇതിനോടുള്ള എതിർപ്പ്, ജമാഅത്തെ ഇസ്ലാമിയുടെ എതിർപ്പ് ഇത്രയേ ഉള്ളൂ. RSSനോടുള്ള എതിർപ്പ് പോലെ തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും കേമമെന്നും അതുതന്നെയാണ് രാഷ്ട്രീയമെന്നും പറഞ്ഞിട്ട് ഭരിക്കാൻ വന്നാൽ അപകടകരമായ സാഹചര്യം ഉണ്ടാകും. ഇവിടെ 52 ഇസ്ലാം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. അവിടെ എവിടെയും ഈ പറയുന്ന തരത്തിലുള്ള ഇസ്ലാമിക രാജ്യം എന്നുള്ളത് നമ്മളിപ്പോൾ പാകിസ്ഥാനാണ് കാണുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാണ് രാജ്യത്തിൻ്റെ പേര്. ആ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. പട്ടാളം ഒരു വഴിക്ക്, തീവ്രവാദികൾ മറ്റൊരു വഴിക്ക്, ഭരിക്കുന്നവരൊരു വഴിക്കൊക്കെ ആയിട്ട് അഴിമതിയൊക്കെ ആകെ ജീവിക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പിടിച്ചൊരു രാജ്യമാണ്. അത് ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല, അത് മതത്താലും വിശ്വാസത്താലും നയിക്കപ്പെടുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. മതത്തിനകത്ത് വിശ്വാസത്തിനകത്ത് 100,000 പ്രശ്നങ്ങൾ വരും. ഞങ്ങളെ വിശ്വാസമാണ് ശരിയെന്ന് ഒരു മതത്തിനകത്തും ഒറ്റ സെറ്റായിട്ടങ്ങ് നിൽക്കുകയല്ലോ ചെയ്യുന്നത്. അതിനകത്ത് തന്നെയും പല പല പ്രശ്നങ്ങളാണ്. ഇപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി എതിർക്കുന്നവരല്ലേ മറ്റുള്ളവരല്ല. അപ്പോൾ ഇതിനകത്ത് 100,000 പ്രശ്നങ്ങൾ വരും. നിങ്ങൾ പ്രശ്നങ്ങൾക്കകത്തും ബഹുസ്വരമായിട്ടും ഒന്നിച്ചു നിൽക്കാവുന്ന ഒരു വിശാലമായ ജനാധിപത്യം എന്നൊക്കെ പറയുന്നൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നതിന് ഒരുപാട് തെളിവാണ് ഇപ്പോഴത്തെ പാകിസ്ഥാനും നാളെ നമ്മുടെ രാജ്യം അങ്ങനെ ആയിപ്പോകും നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടന ഭരിക്കപ്പെട്ടിരുന്ന കാലത്ത് അക്കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ നടക്കുന്ന കാലത്ത് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഞങ്ങളുടെ വിശ്വാസമാണ് വലുത് എന്ന് പറയുന്നൊരു രാഷ്ട്രീയ സംഘം ഭരിക്കുമ്പോൾ ഉണ്ടാവുമല്ലേ. അപ്പോൾ മതരാഷ്ട്രം, ഞങ്ങളുടെ മതം തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഘം ആ കാരണം കൊണ്ട് തന്നെയും തെറ്റാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി തെറ്റാകുന്നതും എതിർക്കപ്പെടുന്നതാകുന്നതും. ഇത് പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് വന്നത് എൻ്റെ ഒരു ബലമായ സംശയം ജമാഅത്തെ ഇസ്ലാമിക്കകത്ത് വല്ല ആഭ്യന്തര സംഘർഷമോ വല്ല ഗ്രൂപ്പിസമോ മറ്റോ ഉണ്ടോ. ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് UDFനകത്തേക്ക് കയറി ഇരുന്നിട്ട് ഇവർ രാഷ്ട്രീയ ശക്തിയാകുന്നതിൽ ഏതോ തരത്തിലുള്ള പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടനക്കകത്ത് ഗ്രൂപ്പിസമായിട്ട് മാറിയിട്ടുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് ഇങ്ങനൊരു പോസ്റ്റ് എഴുതിയത്. ഇങ്ങനെ ഒരു ചർച്ചയും കൂടി ഉണ്ടാകട്ടെ, കുഴപ്പമുണ്ടാകട്ടെ എന്നൊരു തോന്നൽ എനിക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് പക്ഷേ ഞങ്ങളിതാ ഒരു മതരാഷ്ട്രവാദം സ്ഥാപിക്കും, ഇസ്ലാമിക് റിപ്പബ്ലിക് മഹത്തരമാണ്, പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നു, അത് തന്നെ ഞങ്ങൾ എല്ലായിടത്തും സ്ഥാപിക്കും എന്ന് അദ്ദേഹം പറയാത്തിടത്തോളം കാലം അത് അവരുടെ ഒരു സമ്പന്ന ഭൂതകാലത്തെക്കുറിച്ച്, അവരുടെ ഒരു സൗവർണ്ണ ഭൂതകാലത്തെപ്പറ്റി അവരുടെ ഒരു ആഗ്രഹചിന്ത, ഒരു ഇഷ്ടപ്രകടനം എന്നല്ലാതെ മറ്റൊന്നും കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് ഇത് ചർച്ചയാവുകയും ചെയ്യും, രാഷ്ട്രീയ ചർച്ചയാവും. ഇതിനകത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ VD സതീശനാണ് കേരളത്തിൽ ആകപ്പാടെ ബുദ്ധിമുട്ടുള്ളത്. VD സതീശൻ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ പറഞ്ഞ അടക്കമുള്ള സംശയങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞാൽ ഉറപ്പില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ട ചുമതല VD സതീശന് മേൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ VD സതീശൻ മാത്രമേ ഏതെങ്കിലും ഈ വിഷയത്തിൽ ഖണ്ഡിതമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. മതപണ്ഡിതർ പറഞ്ഞിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറഞ്ഞിട്ടില്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞിട്ടില്ല. ഖണ്ഡിതമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന സെൻറ്റൻസ് കൃത്യമായിട്ട് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് VD സതീശനാണ്. അദ്ദേഹത്തിനാണ് ബാക്കിയുള്ള ചുമതല മുഴുവനുള്ളത്. അദ്ദേഹം നാട്ടുകാരോട് പറയട്ടെ എന്താണ് ഇതൊക്കെ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത്, എന്താണ് മദീനയിൽ ഉണ്ടായിരുന്ന ഭരണരാഷ്ട്രത്തിൻ്റെ ഒരു സ്വഭാവം, എന്താണ് ജമാഅത്തെ ഇസ്ലാമിലെ മറ്റ് നേതാക്കൾ ഞങ്ങൾക്ക് ഇപ്പോൾ വാദമില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ VD സതീശൻ വന്ന് ജനങ്ങളോട് വിശദീകരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. തീർച്ചയായും ഇതിനകത്ത് സനീഷ് ഒരു കാര്യം, മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ VD സതീശനുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് ഇത്രയും ചർച്ചയാവുന്നതിന് കാരണം എന്താണ്? ഈ കാലത്ത് അത് VD സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന്. അതിന് മുമ്പോ അതിന് ശേഷമോ ജമാഅത്തെ ഇസ്ലാമി അതേക്കുറിച്ച് ആ മട്ടിൽ പറഞ്ഞിട്ടില്ല. VD സതീശൻ പറഞ്ഞ പോലൊരു ഉറപ്പ്. പക്ഷേ VD സതീശന് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വീണ്ടും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു സംശയവുമില്ല, VD സതീശൻ ബാധ്യസ്ഥനാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ ആരാണ് ഈ ആരോപണം? ജമാഅത്തെ ഇസ്ലാമി ഇത്ര ലളിതമായി, സനീഷ് പറഞ്ഞു ഇതിനകത്ത് വേറെ ഒരു അപകടവും ഇല്ലല്ലോ, വളരെ സിമ്പിളായി പറഞ്ഞു പോയിരിക്കുന്നല്ലോ എന്ന്. ഈ സിമ്പിളായി പറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതര മുസ്ലിം സംഘടനകളെല്ലാം ഉന്നയിക്കുന്ന ആരോപണം. കാരണം ഇവർ രാവിലെ തോക്കും കത്തിയുമായിട്ട് ഇറങ്ങുന്നില്ല, പക്ഷേ ആശയപ്രചാരണം തന്ത്രപരമായി ഈ മട്ടിൽ നടത്തുന്നു എന്നുള്ളതാണ് ആരോപണം. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചാരണം ആളുകളെ തീവ്രവാദത്തിലേക്ക് തിരിക്കുന്നു. പല സംഘടനകളും അങ്ങനെ രൂപപ്പെടുന്നു.
അതാണ് ആരോപണം. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി രാവിലെ തോക്കെടുത്തു എന്നല്ല ആരോപണം. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിന് വേണ്ടി തന്ത്രപരമായി ആശയപ്രചാരണം നടത്തുന്നു. ആ ആശയപ്രചാരണം, അതായത് ആശയ അടിത്തറ എന്നത് അതിൻ്റേത് കിടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലാണ്, മൗദൂദിസത്തിലാണ്. അവിടെ നിന്ന് ഇത്തരം സംഘടനകൾ ഉണ്ടാവുന്നു എന്നതാണ് ഈ ആരോപണം. അങ്ങനെ ഉള്ളപ്പോൾ ഈ ആരോപണത്തെ ഈ പോസ്റ്റിനെ നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. ഇസ്ലാമിക് സ്റ്റേറ്റിനെ അങ്ങനെ തള്ളിപ്പറയാൻ ഒരു സത്യവിശ്വാസിക്കാവുമോ എന്ന് ചോദിച്ചാൽ അത് പലരിലും പല തരത്തിലാണ് പ്രവർത്തിക്കുക. അതാണ് ഇവിടെ പ്രശ്നം. പിന്നെ അത് ഈ ആവശ്യം, ഈ മൂന്നാമത്തെ കാര്യം പറയാം, അത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ കാലത്തും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളിൽ ആരെങ്കിലും അതിൻ്റെ ആശയ അടിത്തറയിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആൾ ഇപ്പോൾ തൽക്കാലം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് എന്ന പ്രതീതിയാണ് പൊതുവേ ഉള്ളത്. കാരണം അദ്ദേഹം ഇതിൻ്റെ ഈ വിഷയത്തെ മാത്രമല്ല, ഈ പറഞ്ഞ ജാഹിലിയയെക്കുറിച്ചും മറ്റ് താഗൂത്തിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം സൂക്ഷ്മമായി ആവർത്തിച്ചു ഇതൊന്നും ചർച്ചയാവേണ്ട ഒരു കാര്യവുമില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരും പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടിയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും വിചാരിക്കുന്ന സമയത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ജനാധിപത്യം ശിർക്കാണ്, മതനിരപേക്ഷത ശിർക്കാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് സഹോദരങ്ങളെ നിങ്ങൾ വ്യതിചലിക്കരുത് എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രബോധനമാണ്. അത് ആ മട്ടിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ ഇത് ചർച്ചയാവാൻ, അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഈ പുള്ളിപ്പുലിക്ക് പുള്ളിയുണ്ടോ എന്നുള്ള ചർച്ച നടത്തുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ ഒരു കാര്യമേ ഉള്ളൂ. അത് വി.ഡി. സതീശൻ കൊടുത്തിരിക്കുന്ന ക്ലീൻ ചിറ്റാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്. അതിൽ നിന്ന് ഭിന്നമായി കൃത്യമായി മതരാഷ്ട്രവാദമുണ്ട് എന്ന് പറയാം. ഇത് മാത്രമല്ല, ഈ പോസ്റ്റല്ല, ഒരു വർഷം മുമ്പ് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ തന്നെയുണ്ട്. അദ്ദേഹം ഈ പറയുന്ന നമുക്ക് ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് വീഡിയോ തന്നെ അദ്ദേഹത്തിൻ്റെത് പുറത്തു വന്നിട്ടുണ്ട്. പഴയ കാലത്ത് പറയുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഡൽഹിയിലെ സമരകാലത്ത് കണ്ടതാണല്ലോ, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എതിരെ അറിയാതെ ഇങ്ങനെ നീലക്കുറുക്കൻ്റെ മറ്റേ ഓരിയിടൽ പോലെ അറിയാതെ അവിടെ ഒരു സംഘം GIO പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇത് അടിസ്ഥാന തത്വശാസ്ത്രം, ഇത് ഈ മതരാഷ്ട്രവാദമാണെന്നിരിക്കെ അതിവിടെ നാളെ രാവിലെ ഇവിടെ മതരാഷ്ട്രം സ്ഥാപിക്കുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പം മാവോയിസ്റ്റുകൾ ഇവിടെ മാവോയിസം എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുകയും മാവോയുടെ പുസ്തകങ്ങൾ വായിക്കുകയും മാവോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ആ ആശയം പ്രചരിപ്പിക്കാൻ അവർക്ക് എല്ലാ അവകാശവും ഇവിടെയുണ്ട്. അത് ആ ആശയത്തിൽ ആവേശഭരിതരായി ചിലർ നോക്കുമെടുത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഭരണകൂടം നടപടി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഇങ്ങനെ ആശയപ്രചാരണമായി മുമ്പോട്ട് കിടക്കുന്നു. അവരാശയം പ്രചരിപ്പിച്ചോട്ടെ, പക്ഷേ ഈ വിമർശനം ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാകണം. അതിന് ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി അവർ പറയണം. അവർക്ക് ഒപ്പം അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ള വാദം ഉയർത്തിയിരിക്കുന്ന വി.ഡി. സതീശനും മറുപടി പറയണം. ഇസ്ലാമിക വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും മതരാഷ്ട്ര സ്ഥാപനത്തിനായുള്ള തീവ്ര നിലപാടുകളിലേക്ക് നയിക്കുന്നതുമാണ് മൗദൂദിയൻ ആശയങ്ങളെന്ന് നിരന്തരം വിമർശിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതർ തന്നെയാണ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ ആശയാടിത്തറയിൽ നിന്ന് ഏറെ ദൂരം മാറിയിട്ടുണ്ടെന്നാണ് പുറമേയുള്ള നാട്യം. പക്ഷേ അടിസ്ഥാനപരമായി ആ സംഘടനയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പ്രസ്താവനയിലൂടെ വെളിവാകുന്നത്. ലിബറലിസം, മതേതരത്വം തുടങ്ങിയ ആധുനിക സാമൂഹിക മൂല്യങ്ങളെ നിഷേധിക്കുന്നതൊരു ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ല. സാഹചര്യം മനസ്സിലാക്കി സർക്കാർ ജോലിയുടെ കാര്യത്തിലും ജനാധിപത്യ പ്രക്രിയ സംബന്ധിച്ചുമെല്ലാം മൗദൂദിയെ തള്ളിപ്പറഞ്ഞവരാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതിൽ മാത്രമല്ല കേട്ടോ, സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും സിനിമയുടെ കാര്യത്തിലായാലും ടെലിവിഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ആ നിലപാട് മാറ്റിയവരാണ്. ഭാവിയിൽ ഈ പറയുന്ന മതരാഷ്ട്രവാദത്തെയും ഒരുപക്ഷെ അവർ തള്ളിയേക്കാം. ഒരുപക്ഷെ സ്ഥാപക നേതാവിൻ്റെ ആശയങ്ങളെ അപ്പാടെ തള്ളിയാൽ പിന്നെ സംഘടനയ്ക്ക് എന്താണ് പ്രസക്തി എന്ന ചോദ്യമാകും അന്ന് അവരുടെ അകമേ നിന്ന് ഉയരുക. ഒരുപക്ഷെ ഇപ്പോഴും അത് ഉയരുന്നുണ്ടാവാം. പക്ഷേ നിലവിലെ നില അങ്ങനെയല്ല. സ്വന്തം ആശയ അടിത്തറ മതരാഷ്ട്രവാദം തന്നെയാണെന്ന് ആ സംഘടന തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സാഹചര്യം.